ഇന്ന് ഞങ്ങൾ നേരെ കല്യാൺ സിൽക്സിലോട്ടാണ് പോകുന്നത്. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ നടക്കുന്നുണ്ട്. ഏകദേശം കഴിഞ്ഞ മാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. സീമോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് കല്യാൺ സിൽക്സിൽ മാത്രമല്ല സൂര്യയിലും ഇപ്പോൾ ആടി സെയിൽ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സൂര്യയിലും കൂടെ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് മന്ത്. അപ്പം ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വാങ്ങി വെക്കാമെന്ന് കരുതി. ഞങ്ങൾ ഏകദേശം കല്യാൺ സിൽക്സ് എത്തിയിട്ടുണ്ട്. ഒരു 6:30 ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പൊതുവേ ആടി സെയിലിനെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത് അങ്ങനെ അധികം ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവർ പറയുന്നത് അപ് ടു 70% ഡിസ്കൗണ്ട് എന്നാണ്. 20 to 70% ആണ്. അപ്പം എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കല്യാണിൽ ആടി സെയിലിൽ പോകുന്നത്. നോക്കി തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ നേരെ സാരി സെക്ഷനിലോട്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. സാരി വാങ്ങാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ആടി സെയിലിൽ 20% to 70% വരെയാണ് ഓഫർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് വലിയൊരു വ്യത്യാസം ഇവിടെ തോന്നിയിട്ടില്ല. ഇപ്പം സാരി സെക്ഷനിൽ തന്നെ 5000 എബവ് വരുന്ന സാരികൾക്കൊന്നും അധികം റേറ്റ് വ്യത്യാസമില്ല. അതിന് താഴെ വരുന്ന സാരികൾക്കൊക്കെ ചെറിയ വ്യത്യാസം, ഒരു 100 രൂപ 200 രൂപ അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കോട്ടൺ സാരികൾക്ക് അത്യാവശ്യം 50% ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം 1200 സാരിയൊക്കെ ഒരു 599 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ചുരിദാർ സെക്ഷനിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാഷ്വൽ ടോപ്സിന് മാത്രമേ ഒരു 20% 30% ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുള്ളൂ. ബാക്കി നമ്മുടെ നോർമലി ചുരിദാർ സെറ്റ് കാര്യങ്ങൾക്കൊക്കെ ഒരു 1000 എബവ് ഒക്കെ ഉള്ളത് തന്നെയാണുള്ളത്. കല്യാണം എനിക്കൊരു സാരി എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ കോഴിക്കോട് സൂര്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സൂര്യയിലും ആടി സെയിൽ നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പം സൂര്യയിൽ എനിക്ക് തോന്നുന്നു കല്യാണിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഓഫറും കാര്യങ്ങളും സൂര്യയിലാണ് ഉണ്ടായിരുന്നത്. സൂര്യയിൽ നിന്ന് ഞങ്ങൾ 2 സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വെച്ച് നോക്കുന്ന ഈ സാരിക്കൊക്കെ വെറും 399 ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫറൂഖ് കട്ടൻസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്ക് വന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ 4th ആനിവേഴ്സറിയുടെ വീഡിയോയിൽ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അധികവും ഇവിടെയാണ് ഇപ്പോൾ വരാറ്. ഇവിടുത്തെ മന്തി അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടെ എപ്പോൾ വരുമ്പോഴും മന്തിയാണ് ഓർഡർ ചെയ്യാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അൽഫാം ആയാലും എല്ലാം നല്ല ഫ്ലേവേഴ്സാണുള്ളത്. മതി മതി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.